മഴ വന്നാൽ വെള്ളത്തിലായി കുമളി. പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്ത്. കുമളി ടൗണിൽ ദേശീയപാതയിലും റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. മഴവെള്ളം സുഗമമായി ഒഴുകാൻ കഴിയാത്ത വിധത്തിൽ ഈ ഭാഗത്തെ ഓടകളിൽ മാലിന്യങ്ങൾ നിറഞ്ഞതും അനധികൃത കയ്യേറ്റങ്ങളുമാണ് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. കുമളി ടൗണിലെ മണ്ടൻപടി ജംഗ്ഷൻ മുതൽ ടൗൺ പമ്പ് വരെയുള്ള ദൃശ്യങ്ങളാണിവ. നിരവധി കടകളിൽ വെള്ളം കയറി. വ്യാപാരികൾക്ക് പുറമെ യാത്രക്കാരും ബുദ്ധിമുട്ടിലാകുന്നു. മഴ കുറഞ്ഞാൽ വെള്ളം ഇറങ്ങും. എന്നാൽ ശക്തമായ മഴ ലഭിച്ചാൽ വീണ്ടും സ്ഥിതികൾ പഴയപടി. വെള്ളക്കെട്ട് മുന്നിൽ കണ്ട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ച് വ്യാപാരികൾ കടയ്ക്കുള്ളിൽ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നതിനാൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചില്ല. കുമളി മൂന്നാർ റോഡ് ശിക്ഷ സദൻ ചെക്ക് പോസ്റ്റ് ഭാഗത്തുള്ള മഴവെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തുകൂടി കുമളി ടൗണിലെ കടകൾക്ക് പിന്നിലൂടെ ഒഴുകുന്ന ഓടയിലാണ് വെള്ളമെത്തുക. പണ്ട് വിശാലമായ ഓടകളും തോടും ഉണ്ടായിരുന്നതിനാൽ വെള്ളം സുഗമമായി ഒഴുകുമായിരുന്നു. ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ ഓടകൾ നിറയുകയും അതുപോലെ തന്നെ റോഡിൽ വെള്ളം കയറുകയും ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നത്. കാൽനട യാത്രക്കാർക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണ് ഈ ഓരോ മഴ കഴിയുമ്പോഴുമുള്ള ഇവിടുത്തെ യാത്ര. ഇപ്പോൾ ഓടയിൽ നിന്നുള്ള മുഴുവൻ വെള്ളം ഇതേ റോഡിലേക്ക് കയറുകയും വളരെ ദുർഗന്ധം വമിക്കുകയും ഒക്കെ ചെയ്യുന്നു. NHന്റെ അശാസ്ത്രീയപരമായ ഈ ഓട നിർമ്മാണമാണ് ഈ വെള്ളക്കെട്ടിന് മുഖ്യ കാരണമായി കാണുന്നത്. എന്നാൽ ഇപ്പോൾ കയ്യേറ്റങ്ങൾ മൂലം ഓടകളെല്ലാം വീതി കുറഞ്ഞ നിലയിലാണ്. ഈ ഓടകളിലൂടെ ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിലും തിങ്ങി നിൽക്കുന്നതിനാൽ ഇപ്പോൾ വെള്ളം സുഗമമായി ഒഴുകുന്നുമില്ല. കാലവർഷം വളരെ ശക്തമാകുകയാണ്. ഇതോടുകൂടി ഈ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാകുകയും അതുപോലെ തന്നെ വാഹനങ്ങൾ വരുമ്പോൾ ഈ വാഹനങ്ങളിൽ നിന്നും വെള്ളം അടിച്ച കടകളിലേക്കൊക്കെ കയറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇനിയും ഉണ്ടാകാൻ പോവുകയാണ്. എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാകണം എന്നാണ് ഈ വലിയ മഴ വരുന്നതിന് മുമ്പേ അധികൃതർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അധികാരികൾ എത്രയും വേഗം വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം കാണണമെന്നാണ് ഏവരുടെയും ആവശ്യം. ഇടുക്കി വിഷൻ, കുമളി.